friends, welcome to I Choose New World. Assalamualaikum. ഇന്ന് ഞാൻ അമൃതപ്പൊടി കൊണ്ട് ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. കാരണം അമൃതപ്പൊടി തന്നെ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് അമൃതപ്പൊടി. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അമൃതപ്പൊടി. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് എന്നല്ല, എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവും. ഞാനിതിൻ്റെ മുന്നേ അമൃതപ്പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നന്നായിരുന്നു എന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്ലം കേക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡ് കളറിലും ഗ്രീൻ കളറിലുള്ള കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ആൽമണ്ട്സ് തൊലി കളഞ്ഞിട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് യെല്ലോ കളറിലുള്ള ഉണക്കമുന്തിരിയും ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരി മാത്രം ചേർത്തിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുസംബി ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് എടുക്കാം. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണിത്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇനി ഇത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള പാത്രം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ലൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ തെറിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് ചൂടോട് കൂടിയിട്ട് കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമൃതപ്പൊടി. ഇത് നമുക്ക് അങ്കണവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പൊടിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 1 കപ്പ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണില്ല, ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ജാതിക്കട പൊടിയും 1/4 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ പ്ലം കേക്കിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ജാതിക്കയുടെ പൊടിയും കറുകപ്പട്ടയുടെ പൊടിയാണ്. നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു മണം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് 2 ചേർത്ത് കൊടുക്കണം. പ്ലം കേക്കിന് ഒരു പ്രത്യേക മണം ഉണ്ടാവില്ലേ, അത് കിട്ടണമെങ്കിൽ ഇത് 2 ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല, അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ.
ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഇപ്പോൾ അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ച് ജ്യൂസിൽ നിന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സും വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസ് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 ടീസ്പൂൺ കേക്കിന്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽക്കും ഡ്രൈ നട്ട്സിൽക്കും നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കേക്കിന്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്താൽ എല്ലാതും താഴോട്ട് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിതിലേക്ക് ബീറ്ററൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യണത്. ഇതില്ലെങ്കിൽ ഫോർക്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അമൃതപ്പൊടിക്ക് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് അമൃതപ്പൊടിക്ക് ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുട്ടയും പഞ്ചസാര നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്ന് 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റയടിക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണ്ട. ഇനി നമുക്ക് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സോസ് പാൻ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ബട്ടർ യൂസ് ചെയ്യണില്ല, ഓയിലാണ് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ പാത്രത്തിന്റെ അടിഭാഗത്ത് മാത്രം പുരട്ടി കൊടുത്താൽ മതി. സൈഡിലേക്കൊന്നും പുരട്ടി കൊടുക്കണ്ട. സൈഡിലേക്കൊക്കെ പുരട്ടി കൊടുത്താൽ കേക്കിന്റെ സൈഡൊക്കെ ക്രിസ്പി ആയിട്ട് മാറും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരിക്കലും കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിന് ഉണ്ടാവുന്ന ചൂട് മാത്രം മതി കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരിയും കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് മാത്രം. ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പഴയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ പാൻ ചൂടായാൽ നമുക്ക് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബാറ്റർ വെച്ചിട്ടുള്ള സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 30-35 മിനിറ്റ് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അമൃതപ്പൊടി കൊണ്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.